ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഫ്രോക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് എന്ന നിലയിൽ. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രോക്സ് കൂടി ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഒന്നാമത്തെ ഫ്രോക്ക് നമ്മൾ 2 ദിവസം മുമ്പ് ഇട്ടിരുന്നു. ഇതിപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ഫ്രോക്കാണ്. വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ഈ ഫ്രോക്ക് തയ്ച്ചു കൊടുത്താൽ മിനിമം ഒരു 200 രൂപയെങ്കിലും സ്റ്റിച്ചിങ് ചാർജ് ഉൾപ്പെടെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് മതി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. ഇത് 1 മീറ്റർ ക്ലോത്ത് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് മീറ്ററിന് 70 രൂപ വില വരുന്ന ക്ലോത്ത് ആണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു 75 രൂപയാണ് നമുക്കിതിന് ചിലവാകുന്ന കോസ്റ്റ്. ഞാനിത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണെങ്കിൽ ഒരു 290 300 ആ റേഞ്ചിനാണ് കൊടുക്കുന്നത്. അതല്ല കടകളിലാണ് കൊടുക്കുന്നതെങ്കിൽ 250 രൂപയ്ക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 മുതൽ 3 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടിയുടെ അളവാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇതിലും കുറച്ച് പ്രായമുള്ള 1 വയസ്സൊക്കെ ആണെങ്കിൽ 1 to 2 അല്ലെങ്കിൽ 0 to 1 ഒക്കെ ആണെങ്കിൽ ഇതിലും പകുതി തുണി മതി. അപ്പം അതുപോലെ ക്ലോത്തിൻ്റെ വില അതനുസരിച്ചിട്ടാണ് നിങ്ങൾ വില നിശ്ചയിക്കേണ്ടത്. ഞാൻ ഇതിൻ്റെ ക്ലോത്തിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് പറയാം. ആ 1 മീറ്റർ ക്ലോത്തിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലോത്താണിത്. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് 18 ഇഞ്ചാണ് ലെങ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഒരു 16.5 ഇഞ്ചൊക്കെ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വീതി 25 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മെഷർമെൻറ്റിലുള്ള 2 പീസ് ക്ലോത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്ലോത്തിൻ്റെ താഴത്തെ ഭാഗവും മുകളിലത്തെ ഭാഗവും ഒന്ന് മടക്കി തയ്ക്കുക എന്നുള്ളതാണ്. ഈ താഴത്തെ ഭാഗം നമ്മളൊരു ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, പിന്നീട് ഒരു 1/2 ഇഞ്ച് മടക്കി അല്പം വീതിയിൽ മടക്കി തയ്ക്കുക. മുകളിലത്തെ ഭാഗം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ, ചെറിയ ഗ്യാപ്പിൽ ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചാൽ മതി. അങ്ങനെ 2 പീസ് നമ്മൾ മടക്കി തയ്ച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ താഴത്തെ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗവും മടക്കി തയ്ച്ചിട്ടുണ്ട്. 2 തുണിയുടെയും തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഫ്രോക്ക് ചെയ്യുന്നതിന് വേണ്ടത് ഈ ഇലാസ്റ്റിക് നൂല്, ഇലാസ്റ്റിക് ത്രെഡ് എന്ന് പറയുന്ന ഇതാണ്. ഇതിങ്ങനെ വലിയുന്നതാണ്. ഇത് നമ്മൾ സ്റ്റിച്ചിങ് സാധനങ്ങൾ വാങ്ങിക്കുന്ന എല്ലാ കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇതൊരു വലിയ ബണ്ടിലിന് ഇത് ഇത്രയും കൂടി കാണും. ഞാനിത് കുറേ ഉപയോഗിച്ച് തീർന്നതാണ്. ഒരു 40 രൂപ 50 രൂപ ആ റേഞ്ചിലൊക്കെ വരികയുള്ളൂ. അപ്പോൾ ഇത് ഒത്തിരി ഉണ്ടാവും. അതല്ല, ഇത് മുറിച്ച് മേടിക്കാനും കിട്ടും 5 മീറ്റർ 10 മീറ്റർ ഒക്കെ ആയിട്ട്. അപ്പോൾ പക്ഷേ വില ഇത്രയും കൂടി കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വാങ്ങിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് നിറച്ച് തയ്ക്കാനുണ്ടെങ്കിൽ ഇതുപോലെ ബണ്ടിലായിട്ട് തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത്. വലിയ വിലയൊന്നുമില്ല. ഈ നൂല് നമ്മൾ ഈ ബോബിൻ കേസിലേക്ക് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അടിനൂല് ചുറ്റത്തില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷേ മെഷീനിലിട്ട് ചുറ്റാൻ പറ്റില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ ഇതിൽ ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ വലിച്ചു പിടിച്ച് ചുറ്റരുത്. വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇങ്ങനെ ചുറ്റിയെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നൂല് ചുറ്റുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ലെവലിന് താഴെ തന്നെ നിൽക്കണം ഈ നൂല്. മുകളിലേക്ക് പൊന്തി നിൽക്കരുത്. പൊന്തി നിന്നാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് ചുറ്റി എടുക്കാം. അതുപോലെ നിങ്ങൾ വിചാരിക്കുക അപ്പോൾ ഇത് സാധാരണ മെഷീനിൽ പറ്റുമോ എന്ന്. സാധാരണ മെഷീനിലും നിങ്ങൾ അടിനൂലിട്ട് സാധാരണ തയ്ക്കുന്ന പോലെ തന്നെ ഇത് ഇട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. സാധാരണ മെഷീനിൽ ഇത് ചെയ്യുന്ന വീഡിയോയും ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ മെഷീനിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇതുപോലെ ബോബിനിൽ ഈ നൂല് ഈ നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡ് ചുറ്റിയതിന് ശേഷം നമ്മൾ സാധാരണ നൂലിടുന്നത് പോലെ തന്നെ ബോബിൻ കേസിലേക്ക് ഇത് കടത്തി ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുത്തിട്ട് സാധാരണ നൂലിടുന്ന അതേ പൊസിഷനിൽ തന്നെ. ഇതിപ്പം കടക്കാൻ ചിലപ്പം സാധാരണ നൂലിനേക്കാൾ ഒരല്പം ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മളൊന്ന് വലിച്ച് കയറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കടത്തുക. എന്നിട്ട് സാധാരണ അടിനൂലിടുന്നത് പോലെ തന്നെ ഇട്ടിട്ട് മുകളിലേക്ക് വലിച്ചെടുക്കുക. ഇനി നമ്മളിത് ഈ സ്റ്റിച്ച് താഴെയും മുകളിലും സ്റ്റിച്ച് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞല്ലോ. ആ തുണി ഞാൻ ഇവിടെ ഇതേപോലെ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 1 ഇഞ്ച് ഗ്യാപ്പ് വെച്ചാണ് ഇതേപോലെ ലൈൻ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, 1 ഇഞ്ച് ഗ്യാപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ചിൽ കൂടരുത് കേട്ടോ. മിനിമം 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുക്കുക. 1/2 ഇഞ്ചൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഫസ്റ്റ് തയ്ക്കേണ്ടത് നമ്മളിത് ഈ സ്റ്റിച്ച് ചെയ്തില്ലേ അതിൻ്റെ താഴെയായിട്ട് ഈ വഴി വേണം. ഇവിടെ നിന്നും 1 ഇഞ്ച് ഗ്യാപ്പിൽ വരുന്ന ഈ പകുതി. ഈ ലൈൻ ഞാൻ വരച്ചിട്ടില്ല. കാരണം ഇത് ഫസ്റ്റ് ലൈൻ ഇതിൻ്റെ താഴെയായിട്ട് അങ്ങ് തയ്ച്ചു പോയാൽ മതി. പിന്നെ തയ്ക്കേണ്ടത് ഈ ഓരോ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടി നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ മെഷീനിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ സാധാരണ മെഷീൻ ഉള്ളവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാ മെഷീനിലും ഈ സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഞാൻ അടിനൂലിട്ടിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അടിനൂലിന് പകരമായിട്ട് നമ്മുടെ ഇലാസ്റ്റിക് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ സാധാരണ ത്രെഡ് തന്നെ നമ്മൾ തയ്ക്കുന്ന ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഓരോ വരയിൽ കൂടിയും സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇലാസ്റ്റിക് ത്രെഡ് ആയതുകൊണ്ട് ഇതുപോലെയാണ് വരുന്നത്. ഇനി അടുത്ത ഈ ലൈനിൽ കൂടി തയ്ക്കുക. അപ്പോൾ നമ്മൾ തുണി ഇപ്പം ചുരുണ്ടാണ് ഇരിക്കുന്നത്. കാര്യം ഇലാസ്റ്റിക് ത്രെഡ് കൊണ്ട് ആദ്യം തയ്ച്ചുകൊണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് തന്നെ ലൈനിൽ കൂടി തയ്ച്ചാൽ മതി.
ഇങ്ങനെ എല്ലാ ലൈനിൽ കൂടിയും നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുക. നമ്മൾ ഈ 2 പീസും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് തയ്ച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, തുണിയുടെ നല്ല ഭാഗത്തു കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത്. മറു സൈഡിൽ അപ്പോൾ ഇലാസ്റ്റിക് വരും. അപ്പോൾ നമ്മൾ തിരിച്ചു വെച്ച് തയ്ച്ചാൽ ഇലാസ്റ്റിക് ഇവിടെ ആയിപ്പോകും. അതുകൊണ്ട് എപ്പോഴും തുണിയുടെ നല്ല ഭാഗത്തു കൂടി വേണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ 2 പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തോന്നിയത് വല്ലാണ്ട് ചുരുങ്ങിയിരിക്കുന്നല്ലോ, 2-2.5 വയസ്സുള്ള കുട്ടിക്ക് ഇത് പാകമാകുമോ? ഇത് നന്നായിട്ട് ഇത് വലിയുന്നതാണ്. കുട്ടികളുടെ വണ്ണം അനുസരിച്ച് ഇത് വലിഞ്ഞോളും. പിന്നെ നമ്മളിത് ഈ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു 5-6 എണ്ണം. കാര്യം നമ്മുടെ യോക്ക് പോർഷൻ, നമ്മൾ മറ്റു ഫ്രോക്കുകളൊക്കെ തയ്ക്കുമ്പോൾ ആ യോക്ക് പോർഷൻ 5 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യത്തില്ല. ഏകദേശം അത്രയും വരത്തക്ക രീതിയിലാണ് നമ്മളിത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. മിനിമം ഒരു 6 എണ്ണമെങ്കിലുമൊക്കെ തയ്ക്കുക. ഇനി നമ്മൾ ഈ 2 പീസുകളും ഒന്നിച്ച് തയ്ക്കണം. ഈ 2 സൈഡും തയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിത് ഈ എലാസ്റ്റിക് ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുന്ന ഈ പോർഷൻ രണ്ടും കൂടി വരത്തക്ക രീതിയിൽ തന്നെ, സ്റ്റിച്ച് ഇതിന്മേൽ കൂടി വീഴത്തക്ക രീതിയിൽ തന്നെ ഈ സ്റ്റിച്ച് കൊടുക്കണം, അഴിഞ്ഞു പോകരുത്. എന്നിട്ട് 2 സ്റ്റിച്ച് വേണമെങ്കിൽ ഇടാം കേട്ടോ 2 സൈഡിലും. ഇവിടെ ഈ ഇത്രയും പോർഷനിൽ മെയിനായിട്ട് 2 സ്റ്റിച്ച് തന്നെ, ഡബിൾ സ്റ്റിച്ച് ഇട്ട് പോവുക. ഇതിൽ 2 സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറുതായിരിക്കുന്നു എന്ന് വിചാരിക്കേണ്ട കേട്ടോ, ഇത് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല വണ്ണമുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും ഇടാൻ പറ്റുന്നതാണ് കേട്ടോ, ഇങ്ങനത്തെ ഉടുപ്പായതുകൊണ്ട്. ഇനി നമ്മളിത് ഇതുപോലെ ഇതിന് ബാലൻസ് ക്ലോത്താണ് ഇത് കേട്ടോ. ഇതുപോലെ ബ്ലൂ ക്ലോത്ത് എടുക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയാം, 2.5 ഇഞ്ച് വീതി വരുന്ന ഒരു, നമ്മളിവിടെ ഇവിടെ സ്ട്രാപ്പ് പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്ട്രാപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഒരു സൈഡിൽ 2.5 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കും ഇതേപോലെ തന്നെ വേണമല്ലോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 5 ഇഞ്ച് വേണം ഇതിൻ്റെ നീളം, പിന്നെ തയ്യൽ തുമ്പ് കൂടി. അപ്പോൾ അങ്ങനെ ഞാനൊരു 7 ഇഞ്ച് നീളത്തിൽ ഉള്ള 2 ക്ലോത്തുകൾ ഇതുപോലെ കട്ട് ചെയ്ത് 7 14 ഇഞ്ച് വരും. 14 ഇഞ്ച് നീളത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മളിങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കണ്ടോ. ഇതുപോലെ മടക്കിയിട്ട് ഈ 2 സൈഡിൽ കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 7 ഇഞ്ച് നീളത്തിലുള്ള 2 സ്ട്രാപ്പ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മളിതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഒന്ന് മെഷർ ചെയ്യുക. വലിച്ചു പിടിച്ചൊന്നും വേണ്ട, നമ്മൾ സാധാരണ പോലെ തന്നെ വെച്ചിട്ട് മെഷർ ചെയ്യുക കൃത്യമായിട്ട്. ഇതിപ്പോൾ 7.5 ഇഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ 7.5 കൃത്യം സെൻറ്റർ എടുക്കുക. 3.25 ഇഞ്ച് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് 3.25 ഇഞ്ച് വരുന്നത്. ഈ സെൻറ്ററിൽ നിന്നും 2 സൈഡിലേക്കും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യത്തില്ലേ, അതാണ് കഴുത്തിൻ്റെ അകലം ഇങ്ങനെ മാർക്ക് ചെയ്യുക. 2 ഇഞ്ചാണെങ്കിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. നിങ്ങൾ എടുക്കുന്നത് എത്രയാണെന്ന് വെച്ചാൽ, കുറച്ചുകൂടി ചെറിയ ഉടുപ്പാണെങ്കിൽ 1.5 ഇഞ്ചോ 1 ഇഞ്ചോ അതൊക്കെ നിങ്ങളുടെ അളവനുസരിച്ച് മാർക്ക് ചെയ്യുക. ഈ സൈഡിലും ഇതേപോലെ തന്നെ 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ ബാക്ക് പീസിലും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സ്ട്രാപ്പ് ഈ മാർക്ക് ചെയ്തില്ലേ, ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വേണം വെക്കാൻ, ഇങ്ങോട്ടേക്കല്ല വെക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് ഈ താഴത്തെ പീസിലും ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത സ്ട്രാപ്പും എടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുക്കുക. 2-3 സ്റ്റിച്ച് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക. നമ്മളിത് സ്ട്രിങ് പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 2 മുതൽ 3 വയസ്സ് വരെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയതാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയുക, നമ്മളിതിലും ചെറിയ ഫ്രോക്കാണ് തയ്ക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് ക്ലോത്ത് മതി. അതുപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന രീതി ഏത് പ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിലും, അപ്പോൾ ഇതുപോലെയുള്ള ഫ്രോക്ക് ഒരു 7 വയസ്സ് 8 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾ വരെ യൂസ് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും അവരുടെ ഷോൾഡർ തൊട്ട് നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത്രയും ലെങ്ത് അളന്നെടുക്കുക. അതിനോട് കൂടി ഒരു 2 ഇഞ്ച് കൂടി നമുക്കിവിടെ താഴെ മടക്കി തയ്ക്കാനും മുകളിൽ തയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള തയ്യൽ തുമ്പ് 2 ഇഞ്ച് കൂടി ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾ അളന്നെടുക്കുന്നത് 20 ഇഞ്ചാണെന്നിരിക്കട്ടെ, ഷോൾഡർ തൊട്ട് താഴെ വരെ. ആ 20 ഇഞ്ചിനോട് കൂടി 2 ഇഞ്ച് കൂടി ആഡ് ചെയ്യുമ്പോൾ 22 ഇഞ്ച്. ആ 22 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ഈ സ്ട്രിങ്ങിൻ്റെ നീളം 2.5 ഇഞ്ച് മൈനസ് ചെയ്തിട്ടുള്ള നീളം, അതായത് 19.5 ഇഞ്ച്. 19 ഇഞ്ചാണ് നിങ്ങൾ എടുക്കേണ്ട ലെങ്ത്. ഇതിനകത്ത് വേറെ മെഷർമെൻ്റ് ഒന്നും നോക്കാനില്ല. ഇത്രയോടെ വലിയ കുട്ടികളാണെങ്കിൽ ഈ സ്ട്രിങ് 2.5 എന്നുള്ളത് 3 3.5 ഒക്കെ ആവും. നിങ്ങൾ കഴുത്തിൻ്റെ ഇറക്കം എത്രയാണോ എടുക്കുന്നത് അതനുസരിച്ച് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഫ്രോക്ക് കണ്ടോ, ഇത് ഇതേപോലെ തന്നെ തയ്ച്ച ഒരു ഫ്രോക്കാണ്, ഇതേ രീതിയിൽ തയ്ച്ച ഒരു ഫ്രോക്കാണ്. ഇതിന് താഴെ ഇങ്ങനെ ഫ്രിൽസൊക്കെ കൊടുത്തിട്ട് കുറച്ച് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇതിന് താഴെ ഇങ്ങനെ പ്രിന്റ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന് ഫ്രില്ല് കൊടുക്കാത്തത്. അപ്പം ഫ്രില്ല് കൊടുക്കാം, ലേസ് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഈ ഫ്രോക്ക് തയ്ച്ചിട്ട് കുറച്ച് നാളായി. ഇത് ഒരു 300 രൂപയ്ക്കാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നമുക്ക് തുണിയുടെ കോസ്റ്റും ഒക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ പ്രൈസ് ഇടുക. അപ്പോൾ ഫ്രോക്കിൻ്റെ അടുത്ത മോഡലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.